എന്റെ ഗുരുവായൂരപ്പ, ഇപ്പൊ ആലോചിക്കുമ്പോ ഈ കേസ് വഴക്കൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുക. അമ്മേ ദേ അമ്മ ഒരു അനുവിന്റെ കോൺഫിഡൻസ് കൂടെ കളയല്ലേ. അനുകുട്ടി, നീ അമ്മ പറയുന്നത് ശ്രദ്ധിക്കല്ലേ. നിനക്ക് പേടിയുണ്ടോ? പിന്നെ പേടിയില്ലാതിരിക്കോ? എന്റെ അമ്മേ, അമ്മ ദേവി ഇതൊന്നും മിണ്ടാതിരിക്കേ. അനിക്കുട്ടിയോട് വക്കീലന്മാരെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും. സിനിമയിലൊക്കെ നമ്മൾ കാണുന്നതല്ലേ. വക്കീലന്മാര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിലേ അവരെന്തൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന അറിയോ നിനക്ക്? അമ്മേ, സിനിമയിൽ കാണുന്നത് പോലൊന്നും അല്ല കോടതിയിലെ കാര്യങ്ങള്. അതെങ്ങനെ നിനക്കറിയാം? നീ കോടതി പോയിട്ടുണ്ടോ? അമ്മേ, അമ്മ ഇപ്പൊ ഈ അനുശ്രീയോട് ചെയ്യുന്നത് ദ്രോഹം. ദ്രോഹമോ? ഞാൻ എന്റെ മോൾക്ക് ദ്രോഹം ചെയ്തെന്നോ? പിന്നല്ലാതെ. അറിഞ്ഞോ അറിയാതെ അമ്മ അവളെ പേടിപ്പിക്കല്ലേ. എടാ, എന്റെ പേടി കൊണ്ടല്ലേ ഞാനിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു പേടിയും വേണ്ട അമ്മയ്ക്ക്. നിനക്ക് അഭിപ്രായമൊന്നും ഇല്ലേ? നിങ്ങളൊക്കെ അഭിപ്രായം പറയുന്നുണ്ടല്ലോ, പിന്നെ ഞാനെന്ത് പറയാനാ? മോളെ, നമുക്കിറങ്ങാം. മോൾക്ക് പേടിയുണ്ടോ? പേടിക്കേ വേണ്ട. സത്യം നമ്മുടെ ഭാഗത്തുള്ളപ്പോ നമ്മൾ ആരെയാ പേടിക്കണ്ടേ? എന്നാലും ബാലേട്ട, വക്കീലന്മാര് മോളോട് ഓരോ വൃത്തികേടൊക്കെ ചോദിക്കില്ലേ? വൃത്തികേടോ? അവന്റെ കൂടെ ഒരു ദിവസം രാത്രി മുഴുവൻ എന്ത് ചെയ്യായിരുന്നു? കല്യാണം കഴിച്ച് അവന്റെ കൂടെ അവന്റെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ തമ്മിൽ വേറെ ബന്ധമൊന്നും ഉണ്ടായില്ലേ? അങ്ങനെയൊക്കെ ചോദിച്ച മോൾ എന്തു പറയും? അമ്മ മോളെ, മറുഭാഗത്തെ വക്കീല് ജയിക്കാൻ വേണ്ടി പലതും പറയും. മോളോട് പലതും ചോദിക്കും. ചിലതൊക്കെ നിന്നെ മുറിപ്പെടുത്തുന്നതായിരിക്കും. മോളെ, വക്കീലങ്ങനെ ചോദിക്കുമെന്നല്ല, ചോദിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അച്ഛൻ പറഞ്ഞത്. കൃഷ്ണമംഗലത്തുകാരുടെ വക്കീല് ഏതൊക്കെ തരത്തിൽ മോളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും മോള് കുലങ്ങരുത്. നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി വ്യക്തമായി തന്നെ കോടതി പറയണം. പറയാം. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ചോദ്യം ഉണ്ടായാൽ നിശബ്ദമായിട്ട് നിൽക്കരുത്. ജഡ്ജിനോട് നീ അക്കാര്യം പറയണം. മോളെ, നമുക്കിറങ്ങാം. ഞാനും വരുന്നുണ്ട്. ഗോമതി, അനു ഞാനും മാത്രമേ കോടതിയിലേക്ക് പോകുന്നുള്ളൂ എന്ന കാര്യം ഇന്നലെ നമ്മൾ തീരുമാനിച്ചതൊക്കെ ശരിയാ. പക്ഷെ എന്റെ മോള് കൂട്ടിക്കയറി നിൽക്കുമ്പോ ഞാൻ അവിടെ വേണം. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ അവൾക്കൊരു ധൈര്യമാണ്. അവൾക്ക് ധൈര്യത്തിന് ഒരു കുഴപ്പമില്ല ഗോമതി. നിനക്ക് സമാധാനത്തിനാണെന്ന് പറ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. പക്ഷെ ഞാനും വരും. അച്ഛാ, അമ്മയും കൂടി വന്നോട്ടെ. ശരി അച്ഛാ. അച്ഛാ, അല്ലെങ്കിൽ ഇവിടെ ആർക്കും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. ശരി, എന്നാ നീ വേഗം പോയി റെഡിയായി വാ. ഞാൻ റെഡിയായിട്ട് നിൽക്കുക. നമുക്കിനി ഇറങ്ങിയാ മതി ബാലേട്ടാ. അനു, പോയിട്ട് വാ മോളെ. നല്ല ധൈര്യമായിട്ട് നിനക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയണം. നീ ആരെയും പേടിക്കണ്ട. നിന്നെ ഒരാൾ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. അത് നിനക്ക് കോടതി ചെല്ലുമ്പോ മനസ്സിലാവും. മോളെ, ഈ കുടുംബത്തിന്റെയും നമ്മുടെ അച്ഛന്റെ അഭിമാനത്തിന് വേണ്ടി സ്വന്തം ജീവിതം പോലും മറന്ന് വലിയൊരു ത്യാഗം ചെയ്യാൻ തയ്യാറായവളാ നീ. നിന്റെ ആ മനക്കരുത്തുണ്ടല്ലോ, അതാ ഇന്ന് നിന്റെ രക്ഷയ്ക്കുതകുന്നത്. ഒരു വക്കീലും അയാളുടെ മുറിപ്പെടുത്തുന്ന ചോദ്യങ്ങളും നിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കില്ല. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. മിത്ര ചേച്ചി, പോയിട്ട് വരട്ടെ. നിനക്ക് ശരിയാണെന്ന് തോന്നുന്നത് എന്താണോ അത് ചെയ്. അനു, ഇറങ്ങാം. വാ, ഞങ്ങൾ പോയിട്ട് വരാം.
എത്രേ? 200. ആ ഓ, ശരി. ബാലേട്ട, ആരെങ്കിലും കണ്ടാലോ? അതിനെന്താ? നാട്ടുകാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കും. പെൺകൊച്ചല്ലേ? അതെ, ന്യായം നമ്മുടെ ഭാഗത്താ. തെറ്റ് ചെയ്തവരാണ് മുഖം മറിച്ച് നടക്കേണ്ടത്. സത്യം പറയാൻ വന്ന നമ്മളല്ല കേട്ടോ. മോളെ, മുഖം മറിക്കണോ വേണ്ടോ എന്നുള്ളത് നിന്റെ ഇഷ്ടം. പക്ഷേ പേടിച്ചത് ചെയ്യരുത്. ഇല്ലച്ച, എനിക്ക് പേടിയില്ല. എന്റെ മോള് പറഞ്ഞു കേട്ടല്ലോ, നീ കൂടെ വരണ്ടെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാ. അപ്പൊ അത് പറ്റില്ല, വന്നേ പറ്റൂ. ആ, നിങ്ങളിവിടേക്ക്, ഞാൻ വക്കീലിനെ കണ്ടിട്ട് വരാം. അയ്യോ ബാലേട്ട, ഞങ്ങള് തനിച്ചാക്കി പോകല്ലേ? തനിച്ചോ? നിന്റെ ധൈര്യത്തിനൊരാള് നമ്മുടെ മുമ്പേ വന്നിട്ടുണ്ട്. ആര്? അമ്മേ, ആര്? അവനെ നമ്മുടെ പിന്നാലെ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇപ്പൊ നിനക്ക് ധൈര്യമായല്ലോ. ഗോമതി, ദേ, എന്റെ മോൾക്ക് നല്ല ധൈര്യമുണ്ട്. അവളുടെ മനോബലം നഷ്ടപ്പെടുന്ന രീതിയിൽ നീ എന്തെങ്കിലും പറഞ്ഞാൽ ഓട്ടോ പിടിച്ച് നിന്നെ ഞാൻ വീട്ടിലെത്തിക്കും. ഗോമതി, ദേ, എന്റെ മോൾക്ക് നല്ല ധൈര്യമുണ്ട്. അവളുടെ മനോബലം നഷ്ടപ്പെടുന്ന രീതിയിൽ നീ എന്തെങ്കിലും പറഞ്ഞാൽ ഓട്ടോ പിടിച്ച് നിന്നെ ഞാൻ വീട്ടിലെത്തിക്കും. കേട്ടല്ലോ? ഓ, ഞാനൊന്നും പറയില്ല. ബാലേട്ടൻ വക്കീലിനെ കണ്ടിട്ട് വാ. അവൻ വന്നല്ലോ, ഇനി എനിക്ക് ധൈര്യമായി. ശരി, ഞാൻ പോയിട്ട് വരാം. എടാ, നിനക്ക് ഞങ്ങളുടെ കൂടെ വന്നുകൂടായിരുന്നോ? അതിലൊരു ത്രില്ലില്ലല്ലോ. കോടതിയും വക്കീലന്മാരെയും പോലീസിനും ഒക്കെ കാണുമ്പോ അമ്മ പേടിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. അതല്ലേ ഞാൻ പിന്നാലെ വന്ന്. പോടാ. മോളെ, നിനക്ക് പേടിയുണ്ടോ? പേടിയുണ്ട്. ആദ്യമായിട്ടല്ലേ ഇങ്ങനൊരു സ്ഥലത്ത് ഞാൻ വരുന്നേ. പക്ഷേ അച്ഛനും അമ്മയും ഏട്ടനും ഒപ്പം ഉണ്ടെന്ന് ഓർക്കുമ്പോ എന്റെ പേടി കുറച്ച് കുറയുന്നുണ്ട്. മോളെ, ആരെയും തോൽപ്പിക്കാനല്ല നീ ഇങ്ങോട്ട് വന്നത്. നിനക്ക് കിട്ടേണ്ട നീതി നിനക്കറിയാവുന്ന സത്യങ്ങൾ പറഞ്ഞ് വാങ്ങിച്ചെടുക്കാനാ. ദേ, സത്യം എന്താണോ അത് നീ കോടതിയിൽ പറയാം. ആരെയും പേടിക്കണ്ട. അല്ല, നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? ചായയോ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും? ഒരു ബോട്ടിൽ വെള്ളം വേണം. അല്ല, അമ്മയ്ക്കോ? എനിക്കൊന്നും വേണ്ട. ആ, എങ്കി നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ പോയി വാങ്ങിട്ട് വരാം. പെട്ടെന്ന് വരണേ. സമ്മതനായിട്ടിരി. ടെൻഷനൊന്നും ഇല്ലല്ലോ? മോളെ, കുടിക്ക. എടാ, പാലേട്ടിനെ കാണുന്നില്ലല്ലോ. ആ, ദേ അച്ഛൻ വരുന്നുണ്ട്. അതെ, നമ്മുടെ കേസായിരിക്കും ആദ്യം വിളിക്കുന്നത്. കോടതി ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അനുവിനോട് ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. അതങ്ങ് ഫോളോ ചെയ്താൽ മതി. അനു, വക്കീല് പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിക്കണേ. ഒന്നും മറന്നു പോകരുത്. ജഡ്ജി ചോദിക്കുമ്പോ ഉത്തരം അറിയില്ലെങ്കിൽ വക്കീലിനോട് ചോദിക്കണം, അല്ലേ? അമ്മേ, ഇതെന്താ എക്സാം ആണോ? ഗോമതി, ഞാനൊരു ഓട്ടോ വിളിച്ചു തരാം. താൻ വീട്ടിൽ പോയിക്കോ. പാലേട്ടാ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അല്ല, അവന്റെ വക്കീല് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം അറിയില്ലെങ്കിൽ ഒട്ടത്തെറ്റ് വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ? നമ്മുടെ വക്കീൽ അവിടെ ഉണ്ടല്ലോ, വക്കീലിനോട് ചോദിച്ചാ പോരെ? ചേച്ചി, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് കോടതി അലക്ഷ്യോ. അനു പറയുന്ന ഉത്തരങ്ങൾക്ക് പിന്നിൽ മറ്റാരുടെയെങ്കിലും സമ്മർദ്ദം ഉണ്ടെന്ന് കോടതിക്ക് തോന്നിയാൽ കോടതി അനുവിനെ ശിക്ഷിക്കും. അയ്യോ,
എന്റെ ഗുരുവായൂരപ്പാ. ബാലേട്ട, നമുക്ക് ഈ കേസും വഴക്കൊന്നും വേണ്ട, വാ തിരിച്ചു പോ. ദേ, ആ, അമ്മേ, അമ്മ ഒന്ന് മിണ്ടാ നിൽക്കൂ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ആ, ഞാനിപ്പോൾ വരാവേ. ശരി. കേട്ടാ, കള്ളക്കേസ് കൊടുത്ത് നീ അകത്താക്കി എന്റെ മോനെ ഞാനിന്ന് ഇറക്കിക്കൊണ്ട് പോവും. അച്യുത, നീ വന്നേ. ഏട്ടാ, ഇവനോട് 2 വർത്തമാനം പറയാതെ പോയാൽ ശരിയാവില്ല. ദാ, ഇതാരാണെന്ന് മനസ്സിലായോ? കറുത്ത കോട്ടിട്ടാരും ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് കോടതിയിലേക്ക് വരില്ലല്ലോ. വക്കീലാണെന്ന് മനസ്സിലായി. ഡാടാ, അത്രയ്ക്ക് പുച്ഛം വേണ്ട. ഇത് അഡ്വക്കേറ്റ് രവിവർമ്മ, ഹൈക്കോടതിയിലെ വക്കീല. രവിവർമ്മ ഒരു കേസിന് വാങ്ങുന്ന ഫീസ് കേട്ടാ പലചരക്ക് കടക്കാരന്റെ തല കറങ്ങും. ഓ, കൃഷ്ണമംഗലത്തുകാർക്ക് പണം ഒരു വിഷയമല്ല. ഈ രവിവർമ്മ വക്കീല് കോടതിയിൽ നിന്റെ മോളെ നിർത്തി വിറപ്പിക്കും. നീ കണ്ടോ? ശരിയാ, കൃഷ്ണമംഗലത്തുകാർക്ക് പണം ഒരു വിഷയമല്ല. അതുകൊണ്ടാണല്ലോ കുറച്ചു നാൾ മുമ്പ് ഇൻകം ടാക്സ് കയറി അടപടലം കൊണ്ടുപോയത്. പിന്നെ നീ ഇപ്പൊ പറഞ്ഞല്ലോ, നിന്റെ ഈ വക്കീല് കോടതിയിൽ എന്റെ മോളെ അങ്ങ് വിറപ്പിക്കുമെന്ന്. അങ്ങനെ പേടിച്ച് വിറച്ച് നിക്കറി മുള്ളുന്നവരല്ലടാ ബാലന്റെ മക്കള്. എന്റെ മോള് ധൈര്യമായിട്ട് അവൾക്ക് പറയാനുള്ളത് കോടതിയിൽ പറയും. നിന്റെ ആ തലതെറിച്ച പുത്രനുണ്ടല്ലോ, അവനൊരു 7-8 വർഷമെങ്കിലും ഗോതമ്പുണ്ട തിന്നും. അയ്യോ അച്ഛാ, ജയിലിൽ ഇപ്പൊ ഗോതമ്പുണ്ടെന്നല്ല, നല്ല ചിക്കനും ചപ്പാത്തിയൊക്കെ. ആ, എന്തായാലും അവന് പോഷകാഹാരം കിട്ടും. ബാല, വാദം കോടതിക്ക് അകത്തല്ലേ, ഇവിടെ അല്ലല്ലോ. നിനക്കത് അറിയാമായിരുന്നല്ലോ, പിന്നെ എന്തിനാടാ ചൊറിയാൻ വന്നേ? അനാവശ്യ സംസാരം വേണ്ടെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, നീ കേട്ടില്ല. ഇപ്പൊ തൃപ്തിയായല്ലോ നിനക്ക്. മിസ്റ്റർ ബാലൻ, ഇന്ന് വരെ ഞാൻ അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു കേസ് പോലും ഞാൻ തോറ്റിട്ടില്ല. അതാണ് എന്റെ കരിയർ ഗ്രാഫ്. ബാലന്റെ ആത്മവിശ്വാസം തകർക്കുകയല്ല, തോൽക്കാൻ പോകുന്ന നിങ്ങളുടെ വക്കീലിനെ ഒന്ന് സമാധാനിപ്പിച്ചെന്നേ ഉള്ളൂ. ആ, കേസ് തോറ്റുപോയെന്ന് വിചാരിച്ച് ഈ പാവത്തിന് ഫീസ് കൊടുക്കാതിരിക്കല്ലേ. രവിവർമ്മ സാറേ, സാറിപ്പോ പറഞ്ഞില്ലേ സാറ് വാദിച്ച ഒരു കേസിൽ പോലും സാർ ഇതുവരെ തോറ്റിട്ടില്ലെന്ന്. അത് ചിലപ്പോ ശരിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കേസിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ, സാർ ആദ്യമായിട്ട് തോൽവി അറിയാൻ പോകുന്ന കേസ് ഇതായിരിക്കും. കേസിന്റെ വിധി വരുന്നത് വരെ ഈ ആത്മവിശ്വാസം അത് വിട്ടുകളയണ്ട. ഓക്കെ, സത്യം സ്വന്തം മകളുടെ ഭാഗത്താണെന്ന് ഉറപ്പുള്ള ഒരു അച്ഛന്റെ ആത്മവിശ്വാസം അത്ര നിസ്സാരമല്ല. ഈ കുട്ടിയുടെ ഭാഗത്ത് ന്യായമുണ്ട്, കോടതിക്ക് അത് ബോധ്യപ്പെടും. ഇപ്പൊ ഈ കേസ് വിട്ടിട്ട് പോയാൽ തന്റെ മാനം രക്ഷപ്പെടും. ഈ രവിവർമ്മയോട് തോൽക്കുന്നതേ ഒരന്തസാ. സത്യം ഒന്നല്ലേ ഉള്ളൂ സാറേ. രവിവർമ്മ സാറിനാണെങ്കിലും എനിക്കാണെങ്കിലും ഈ കുട്ടിക്കാണെങ്കിലും ആ സത്യത്തിന് നേരെ കോടതി കണ്ണു മൂടില്ല സാറേ. നമുക്ക് നോക്കാം. ഓ, ആയിക്കോട്ടെ വക്കീലേ. എടാ, എന്റെ മോനെന്ന് പുറത്തിറങ്ങുമ്പോ നിന്റെ ഈ പുന്നാര പെങ്ങളുണ്ടല്ലോ, അവൾ അകത്തായിരിക്കും.
അതിനുള്ള പണി എന്റെ വക്കീല് നോയിക്കോളും. എടോ, ഇയാളെ വേണ്ട നിക്ക്. വേണ്ട. ഡാ പുല്ലേ, വിവരക്കേട് നിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന അത് മാറാൻ പോകുന്നില്ല. പിന്നെ എന്റെ മോളെ ജയിലിലിടാന്ന് നീ മോഹിക്കണ്ട. ഞാൻ ജീവനോടെ ഉള്ളപ്പോ എന്റെ മോളെ ശിക്ഷിക്കാൻ ഒരു കോടതിയും ഞാൻ അനുവദിക്കില്ല. അതിന് വെച്ച വെള്ളം നീയും നിന്റെ വക്കീലും അങ്ങ് വാങ്ങി വെച്ചേരെ. ശരി, നമുക്ക് കോടതി വെച്ച് കാണാം. മോനെ, നടക്കണം. എന്റെ മോനെ ഈ അവസ്ഥയിൽ എത്തിച്ചത് നിന്റെ മോളാ. നീ നോക്കിക്കോടാ, ഇവളെ കൊണ്ട് ഞാനിതിന് കണക്ക് പറയിക്കും. മോളെ, ഇതൊന്നും കണ്ട് പേടിക്കണ്ട. സത്യം നമ്മുടെ ഭാഗത്താ. അതാണ് നമ്മുടെ ധൈര്യം. മോള് വാ. വക്കീലേ, പോ. വാ. കേസ് നമ്പർ 118/2026 CW അനുശ്രീ, അക്യൂസ്ഡ് അലോക് അച്യുതവർമ്മ. നീ ടെൻഷൻ അടിക്കാതിരിക്കെ. അലോക് നിരപരാധിയാണെന്ന് നമ്മുടെ വക്കീൽ രവിവർമ്മ കോടതിയിൽ തെളിയിക്കും. നിരപരാധിയാണെന്ന് തെളിയിച്ചാൽ മാത്രം പോരേട്ടാ. എന്റെ മോനെ ഈ അവസ്ഥയിലാക്കിയവർക്കും അതിന്റെ വില കൊടുക്കണം. ആദ്യം നമുക്ക് അലോകിനെ ഈ കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കാം. ബാക്കിയെല്ലാം പിന്നെ. Learned counsel for the complaint. You may proceed. യുവർ ഓണർ. മിസ്റ്റർ അലോക്, ഈ കേസിൽ നിങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? എന്റെ ചോദ്യം വ്യക്തമായല്ലോ. നിങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? ഒബ്ജക്ഷൻ യുവർ ഓണർ. വാദിഭാഗം എന്റെ കക്ഷിയെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. നോ യുവർ ഓണർ. ഞാൻ ശ്രമിക്കുന്നത് കുറ്റം സമ്മതിപ്പിക്കാനല്ല, എന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം തേടാനാണ്.
മൈലോട്ട്, ഒരാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് എന്റെ കക്ഷിയെ മാനസികമായി സമ്മർദ്ദത്തിലാക്കി കുറ്റം സമ്മതിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിയമപരമായി അംഗീകരിക്കാനാവുന്നതല്ല. യുവർ ഓണർ, ഈ കേസിൽ പ്രതി ചെയ്ത പ്രവൃത്തികൾ, ആ പ്രവൃത്തിയുടെ ഗൗരവം, ഒരു പെൺകുട്ടിയോട് ചെയ്ത ക്രൂരതയുടെ ആഴം, ഇതെല്ലാം കോടതിയെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. ആ ഗൗരവം കോടതിയെ ബോധ്യപ്പെടുത്താൻ ഈ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. മിസ്റ്റർ രവിവർമ്മ, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. കൗൺസിൽ, യു മേ പ്രൊസീഡ്. ഈ കേസിലെ സംഭവങ്ങളുടെ തുടക്കം അനുശ്രീയുടെ വിവാഹ തലേന്ന് രാത്രിയിലാണല്ലേ? അതെ. അന്ന് രാത്രി അനുശ്രീയെ നിങ്ങൾ തട്ടിക്കൊണ്ടുപോയോ? ഞാൻ അവളെ തട്ടിക്കൊണ്ടുപോയതല്ല. എനിക്കവളെ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിരുന്നു. കള്ളം, പച്ച കള്ളം. ഓർഡർ, ഓർഡർ. കോടതിക്കുള്ളിൽ ഒച്ചപ്പാടുണ്ടാക്കാൻ പാടില്ല. ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാൽ കോടതി നടപടിയെടുക്കും. ഗോമതി, ഇരിക്ക്. ഗോമതി, പറയുന്നേക്ക്. ഇരിക്ക്. പാലേട്ട, പറയുന്നത് കേട്ടില്ലേ? മിണ്ടാതിരിക്ക്. അലോക് പറഞ്ഞത് നിങ്ങളും അനുശ്രീയും തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ അന്ന് രാത്രി അനുശ്രീയെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പ്രേരിപ്പിച്ചതാരാണ്? അലോക് നിരപരാധിയാണെന്ന് നമ്മുടെ വക്കീൽ രവിവർമ്മ കോടതിയിൽ തെളിയിക്കും. ഇതിൽ ഒരിടത്ത് പോലും അലോകിനെ കാണാൻ പോകുന്ന വിവരം അനുശ്രീ സ്വന്തം മാതാപിതാക്കളെ അറിയിച്ചതായി പറയുന്നില്ല. ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം തകർത്തതിന് ഉത്തരം പറയേണ്ടത് എന്റെ കക്ഷിയല്ല, അനുശ്രീയാണ് മൈലോട്ട്. അവൻ നിരപരാധിയാണെന്ന് ഞാൻ തെളിയിക്കും. എന്നിട്ട് ആഘോഷമായിട്ട് ഞാൻ എന്റെ മോനെ ഇവിടുന്ന് കൊണ്ടുപോകും. എന്നാ നിന്റെ വക്കീലിന്റെ കോട്ട് നീ വാങ്ങിച്ചിട്. എന്നിട്ട് നീ വാദിക്കും.